ജോലി കിട്ടി ഇനീഷ്യൽ ഡേയ്സിലൊക്കെ സീറോ ബാലൻസിലാണ് നിൽക്കാറ്, ഈവൻ വിത്തൗട്ട് എനി സേവിങ്. വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു 50-30-20 എന്നുള്ള റോളിൽ ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ആ ഒരു റോളിലായിട്ട് വരുന്നത്. ഒരു മനുഷ്യൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ സർവൈവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സാധനം. പൈസ അവർക്ക് വേണ്ടി പണിയെടുക്കണമെന്ന ചിന്തയിലേക്ക് നമ്മുടെ യുവാക്കൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോട്ടറി അടിച്ച 99% ആൾക്കാരും നിർജീവാവസ്ഥയിലാണ്, അവരൊന്നും ആവുന്നില്ല. I feel like, I mean, yeah, we only live once, but other than that, we should also think about tomorrow because we also live tomorrow. Kerala Literature Festന്റെ 3rd ഡേ ആണ് ഇന്ന്. January 11, 12, 13, 14 എന്ന് പറയുന്ന 4 ദിവസങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. സോ ഇന്ന് 13th ആണ് ആൻഡ് 3rd ഡേ നല്ല ക്രൗഡാണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത്. സോ നമ്മൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് അവരുടെ ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചുള്ള അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ വരുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ ഫൈൻ. സോ നമ്മുടെ അടുത്ത് ഫസ്റ്റ് തന്നെ വന്ന ആളുടെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. സോ എങ്ങനെയുണ്ട് കാലം? നൈസ്. എനിക്കൊന്ന് വോയിസ് ഒന്നും കൂടി കേൾക്കണേ. ഓക്കെ ഫൈൻ, ശരി. സോ നിങ്ങൾ ഇവിടെ വന്നതിനൊരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാനിവിടെ ഒരു ടോട്ട് ബാഗ്സ് വെക്കുന്നുണ്ട്. അപ്പം ഫലസ്തീൻ അനുകൂല ടോട്ട് ബാഗ്സ് ആണ് വെക്കുന്നത്. പൊളിറ്റിക്സ് ഇവിടെ കൃത്യമായി സംസാരിക്കണമെന്നും ഇവിടെ സെഷൻസിലൊന്നും അത്രയും ഫലസ്തീൻ വിഷയങ്ങൾ സംസാരിച്ചാൽ കണ്ടില്ല. എൻ്റെ ബാഗ്സിലൂടെ ഈ ഒരു KLF ഫലസ്തീനെ സംസാരിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ബാഗുമായിട്ടാണ്. ഓക്കെ ഫൈൻ. സോ എങ്ങനെയുണ്ട് സപ്പോർട്ടൊക്കെ ഓഡിയൻസിൻ്റെ? നൈസ്. ഓക്കെ ഫൈൻ. സോ നമ്മൾ മില്യൺ ഡോട്ട്സ് ഒരു എഡ്ടെക് കമ്പനിയാണ്, നമ്മൾ ഫൈനാൻസ് ആണ് നമ്മൾ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. സോ എനിക്ക് ചോദിച്ചിട്ടുണ്ടത് നിങ്ങൾക്കിപ്പോൾ മേ ബി എത്ര ഏജ് ഉണ്ടാവും ഏകദേശം പറയാം? 28. സോ ഈ ഒരു ഏജിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഇൻട്രാഡേ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, ലോങ് ടൈമിലേക്ക് പോയിട്ടില്ല. സോ എൻ്റെ ചോദ്യം ഇതാണ്, ഏകദേശം 75% ഓഫ് ആളുകൾ ലിറ്ററേറ്റ് ആണ് ഇന്ത്യയിൽ, ബട്ട് ഓൺലി 25-27% ഓഫ് ആളുകൾ മാത്രമാണ് ഫൈനാൻഷ്യൽ ലിറ്ററേറ്റ്. അതായത് ഏതൊരു സാധാരണക്കാരനും എങ്ങനെ അവരുടെ പൈസ കൈകാര്യം ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ സേവ് ചെയ്യണം എന്നുള്ള കാര്യം ആർക്കും അറിയില്ല, എങ്ങനെ അത് ചിലവഴിക്കണം എന്നറിയില്ല. സോ നമ്മളൊക്കെ കോളേജ് ലൈഫിൽ നിന്ന് മുതലേ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂൾ ലൈഫിൽ നിന്ന് മുതലേ നമ്മളൊക്കെ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകളെ ലിറ്ററേറ്റ് ആക്കണം, ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഇവരിലാണ് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഓവറോൾ തോട്ട് പ്രോസസ്സ് അതറിയാൻ വേണ്ടി. അല്ല, തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ അഭ്യാസം എന്നുള്ളതാണ്. അപ്പോൾ അഭ്യസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ സാധനം. അപ്പോൾ ഒരു മനുഷ്യൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ സർവൈവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ സാധനം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സാമ്പത്തികം കൃത്യമായി കൈകാര്യം ചെയ്യുന്നില്ല. എങ്ങനെ പണം ഉണ്ടാക്കണമെന്നും എങ്ങനെ അത് സേവ് ചെയ്യണമെന്നും എങ്ങനെ ചിലവാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു ലിറ്ററസി നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നില്ല. കുട്ടികൾക്ക് ആ ഒരു കാര്യം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കിട്ടേണ്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളെ കേരളത്തിൽ ലോട്ടറികളെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ ലോട്ടറി അടിച്ച ആളുകളുടെ സ്റ്റോറീസ് നോക്കി നമ്മൾ കേൾക്കുന്ന സമയത്ത് അറിയാം, ഒരു വർഷം 1 കോടി അടിച്ചാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ കടത്തിലേക്ക് പോവാണ്, റൈറ്റ്? സോ അത് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് അല്ലാത്തതുകൊണ്ടാണ്. സോ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിയണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിർബന്ധമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മൾ ഈ പറയുന്നത് നമ്മൾ ചിലവാക്കുന്നതിനുള്ള നമ്മുടെ സ്വഭാവം, നമ്മൾ എവിടെ ചിലവാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അസറ്റ് ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പലപ്പോഴും ലയബിലിറ്റി ബേസ്ഡ് ആണ് പോകുന്നത്. നമ്മളൊരു ജോലി ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ സമ്പാദ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒരു റോളിങ്ങിലൂടെ പോവാണ്. അപ്പോൾ കൃത്യമായി ആ പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പണം നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ യുവാക്കൾ സത്യം പറഞ്ഞാൽ ശരിക്കും എത്തേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഈ കൊറോണ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ മലയാളികൾ ഈ പറയുന്ന രീതിയിൽ ഈ ട്രേഡിങ്ങിനെ പറ്റിയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് ഒക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ചിന്ത കുറച്ചുകൂടെ ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. പൈസ അവർക്ക് വേണ്ടി പണിയെടുക്കണമെന്ന ചിന്തയിലേക്ക് നമ്മുടെ യുവാക്കൾ വന്നിരിക്കുന്നത്. പൈസയോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ സാധാരണപ്പെട്ട ആളുകൾ അത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പണം ഉണ്ടാക്കുന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രീഡിയാണ്. മനുഷ്യൻ സ്വയസിദ്ധമായി ഗ്രീഡിയായ ഒരു ജീവിയാണ്. അപ്പം നമ്മൾ പണം കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. എന്ത് സാധനം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അയാൾ എന്തിനത് ഉപയോഗിക്കുന്നു എന്നത് ആ ഒരു സാധനം കൃത്യമായി മനുഷ്യന് കിട്ടിയാൽ. അപ്പോൾ എനിക്ക് പണം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് സൊസൈറ്റിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടെ വരികയാണ്. ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ആ പണം എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ആൾക്കാരിലേക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കൂടുതലായി അത് സൊസൈറ്റിക്ക് ഗുണം ചെയ്യും. ഈവൻ യൂസുഫ് അലി നല്ലൊരു ഓണ്ടർപ്രണറാണ്. അയാളെ കൊണ്ട്
ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്, അയാൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും മണിയുടെ പേർപ്പസ് അതാണ്. നമ്മുടെ ഇവിടെ ഒരു ഫ്ലോ നടക്കണം, ക്യാഷ് ഫ്ലോ സംഭവിക്കണം. അപ്പോൾ ആ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എക്കണോമി നല്ലതല്ല. ആ രീതിയിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യാനും പഠിക്കണം, കൃത്യമായി സ്പെൻഡ്. ഓക്കെ ഫൈൻ. സോ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തത്. ഓക്കെ സി യു. നിങ്ങളുടെ പേരെന്തായിരുന്നു? പേര് രത്നാകരൻ എന്നാണ്. രത്നാകരൻ. കാലിക്കറ്റാണ്. കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ. ഞാൻ തിയേറ്റർ പ്രവർത്തകനാണ്, അതാണെന്ന് ഞാൻ കൺഫേം ചെയ്യാനുണ്ട്. നാടക പ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ടാവും. വ്യക്തമായ ഉത്തരമാണോ എന്ന് അറിയില്ല, പക്ഷെ അതിന് മറുപടി ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ മില്യൺ ടോട്സ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ സംസാരിക്കുന്ന. മനസ്സിലായി. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, സാധാരണപ്പെട്ട ആളുകൾക്ക് അവരുടെ കയ്യിലേക്ക് ഒരു പണം എത്തിക്കഴിഞ്ഞാൽ ആ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അതായത് അറിയില്ല എന്നാണ് അറിയില്ല. നോർമലായിട്ടുള്ള ഇവിടെയുള്ള 75% ആളുകൾക്കും എങ്ങനെയാണ് പണം ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അവർക്ക് ശരിക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ ചെറുപ്പം മുതലേ കിട്ടി വരേണ്ട സംഗതിയല്ലേ? ഏതൊരു കോമൺ ആയിട്ടുള്ള ആളുകൾക്കും നോർമൽ ഫൈനാൻഷ്യൽ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമല്ല. എന്താണ് നിങ്ങൾ അങ്ങനെ അതിനോട് അത് അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. നമ്മളെ ലോകം ഇങ്ങോട്ട് വേസ്റ്റ് വന്നത് ഇപ്പോൾ വളരെ പാടത്ത് പണിയെടുക്കുന്നവൻ, അവിടെ കൃഷി ചെയ്യുന്നവൻ, അതല്ലെങ്കിൽ തെങ്ങ് കയറുന്നവൻ, അതല്ലെങ്കിൽ മറ്റുള്ള കൃഷി ചെയ്യുന്നവൻ, അവനെന്ത് ഫിനാൻഷ്യലി സൗണ്ടാണുള്ളത്. അവന് കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്താൻ അവനറിയാം അവന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവന് കിട്ടിയതിന് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മലബാർ അല്ലെങ്കിൽ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വളർന്നത്. അപ്പം അവരുടെ ഒരു മാനേജ്മെൻറ്റ് നേരത്തെ തർക്കമറ്റ മാനേജ്മെൻ്റ് ആയിരുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ പുതിയ തലമുറയല്ല കണ്ടുപിടിക്കേണ്ടത്, പഴയ തലമുറയെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് വിശ്വാസമാണ് എനിക്കുള്ളത്. നോക്കുകയാണെങ്കിൽ ഒരു 40,000-50,000 രൂപ സാലറിക്ക് വാങ്ങിക്കുന്ന ഒരാൾ, അയാൾക്ക് ചിലപ്പം സാലറി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മാസാവസാനം ആവുന്ന സമയത്തേക്ക് മേ ബി പൈസ ഉണ്ടാവില്ല ചിലവാക്കാൻ വേണ്ടി. കാരണം അത് പൈസ ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് അല്ല, ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിന് ചിലവാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടുത്തം. അത് അങ്ങനെ ആവുന്നില്ല. കാരണം വെച്ചാൽ ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അദ്ദേഹം അത് എത്തിപ്പെടാൻ വേണ്ടി പാടുപെടുകയാണ്. ആ പാടുപെടുന്ന നേരം അയാൾ അറിയപ്പെടാതെ വേണ്ടാത്ത രീതിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടാകും, പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകും. കിട്ടുന്ന വരുമാനത്തിന് അപ്പുറത്തേക്ക് ചിലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ ശ്രമം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ സ്വഭാവം കൊണ്ടല്ല, ഈ സമൂഹത്തിൻ്റെ വളർച്ചയിലാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. ശരിക്കും അവരൊന്നും നമ്മൾ അങ്ങനെ ജീവിതം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആക്ച്വലി പൈസയോടുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതിനെക്കുറിച്ച് എന്തായിരിക്കും? പൈസയെ നോക്കിക്കാണും, പണത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ ജീവിതത്തിനനുസരിച്ചാണ്. ജീവിതം മുന്നേറുന്നതിനനുസരിച്ച് പണം അനിവാര്യമാണ്, അത് സ്വാഭാവികമാണ്. പക്ഷേ പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വല്ലാത്തൊരു മോശപ്പെട്ട രീതിയിലേക്ക് ജീവിതം നയിക്കാൻ വരിക. പിന്നെ ഈ പണം നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ഒരുപാട് പണം കിട്ടാൻ അവസ്ഥകൾ ഉണ്ടാവുന്ന നേരം മനുഷ്യൻ അതിനനുസരിച്ചുള്ള പെരുമാറാനും ശ്രമിക്കും. ആ പെരുമാറ്റം ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് എത്ര പണം ഉണ്ടാക്കണം എന്നുള്ളതിൽ ഒരു പരിധി വെക്കണമെന്നുണ്ട്. അങ്ങനെയുണ്ടോ? കാരണം പരിധിക്കപ്പുറം എനിക്ക് ഇത്ര അല്ല, ഇതിൽ കൂടുതൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കൂടുതൽ പണം വേണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് പോയി പലമായിട്ടുള്ള കള്ളത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കാൻ ചാൻസ്. മാത്രമായിട്ട് അങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് മാത്രമായൊരു ചിന്ത മനുഷ്യനുണ്ടാവുന്നത് വളരെ വൃത്തിയായിട്ട ചിന്ത തന്നെയാണ്. പക്ഷേ അവന് അനുഭവങ്ങൾ മാത്രമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷകളാണ്. പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വലുതാണ്. എനിക്കിപ്പോൾ ഒരു വലിയ ഒരു 10 നില കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള വരുമാനം കൊണ്ട് ജീവിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ, പണം കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ അതാണ് ഉണ്ടാക്കുക. അതുവരെ തന്നെ എനിക്കൊരു 2 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം മാനേജ്മെൻ്റ് ഇല്ല, നിങ്ങളെ മാനേജ്മെൻ്റ് ഇല്ല. പക്ഷേ ഞാനത് മാനേജ്മെൻറ്റ് കണ്ടെത്തുന്നാൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന്, ഉപയോഗപ്പെടുത്താൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ജീവിക്കാമെന്നും ഉള്ള ഒരു ചിന്ത ഉണ്ടാകും. ഇപ്പോൾ ലോട്ടറി അടിച്ച 99% ആൾക്കാരും നിർജ്ജീവാവസ്ഥയിലാണ്, അവരൊന്നും ആവുന്നില്ല. അതിന് കാരണം അവർക്ക് ഈ അറിവിനേക്കാൾ ഉപരി ഇത് കിട്ടുന്നവരുണ്ടാകുന്ന വല്ലാത്ത ആഹ്ലാദവും അഹന്തയും അതിനോടുള്ള വല്ലാത്തൊരു ആരാധനയായിട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാവണം എന്നുള്ളതാണ് അഭിപ്രായം. സോ നമുക്ക് രണ്ടാമത്തെ ആളിൽ നിന്നും നല്ല വൃത്തിയുള്ള മെച്യൂർഡായിട്ടുള്ള ഉത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഫൈൻ. സോ നമ്മുടെ അടുത്തേക്ക് അടുത്ത 2 പേര് വന്നിട്ട്. സോ നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ? എൻ്റെ പേര് ദേവിക.
ശ്രീലക്ഷ്മി. ഓക്കെ ഫൈൻ. സോ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഫൈനാൻസായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ഇതിനോടുള്ളൊരു മനോഭാവം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ സാധാരണ ആളുകൾക്ക് ഈവൻ നമ്മളെ പോലത്തെയുള്ള യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഇനി എല്ലാ മുതിർന്ന ആളുകളാണെങ്കിലും അവർക്കൊന്നും അവരുടെ കയ്യിലേക്ക് ഒരു പണം എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നില്ല. സോ അത് ആക്ച്വലി നമ്മളെ ചെറുപ്പകാലം മുതൽ നമ്മുടെ സ്കൂൾ ലൈഫ് മുതൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. അതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? ഈവൻ നിങ്ങൾ സാലറീഡ് ആണോ അതോ സ്റ്റുഡൻസ്? ഞാൻ സാലറീഡ് ആണ്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടുന്ന സമയത്ത് ഒരു മന്ത് എൻഡ് ആവുന്ന സമയത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഇല്ലാതെ പോകാറുണ്ടോ? ഉണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക? അല്ല, ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ സേവിങ്സ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും വെക്കാറ്. ഇപ്പോൾ സേവിങ്സ് ഓഫ് കോഴ്സ് ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഇപ്പോൾ ജോലി കിട്ടി ഇനീഷ്യൽ ഡേയ്സിലൊക്കെ 0 ബാലൻസിലാണ് നിൽക്കാറ്, ഈവൻ വിത്തൗട്ട് എനി സേവിങ്. സോ ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല, ബിക്കോസ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടൊരു 2 to 3 years ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു പരിധി. ഈവൻ നിങ്ങളിപ്പം നിങ്ങളുടെ കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സാലറി ഓൺവേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്യണം. 50-20-30 റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട് ഫൈനാൻഷ്യൽ. സോ അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിങ്ങൾക്ക് പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ആ റേഷ്യോയിലേക്ക് ഞാനൊരു വർക്ക് ചെയ്തൊരു 1 year ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് കോളേജിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് നന്നായിരുന്നു. ഇനി വരുന്ന ജനറേഷനെ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പൈസയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ? ഇപ്പം മോസ്റ്റ്ലി എന്താ യു ഓൺലി ലിവ് വൺസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് മോസ്റ്റ്ലി എല്ലാവർക്കും. അപ്പം ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യുക. സോ അതിന് വേണ്ടി നമുക്ക് എന്താണോ പറ്റുന്നത് അതിന് യൂസ് ചെയ്യുക മണി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ മോസ്റ്റ്ലി കേട്ടിരിക്കുന്നത്. അപ്പം ഐ ഫീൽ yeah, we only live once, but other than that, we should also think about tomorrow because we also live tomorrow. Even നിങ്ങൾ മേ ബി നിങ്ങളുടെ 20s റൈറ്റ്? സോ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ ചിന്തിച്ച് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നി? ചിലപ്പോൾ തോന്നാറുണ്ട്. നിങ്ങളുടെ മെത്തേഡുകൾ നിങ്ങൾ നോക്കാറുണ്ട്? ഞാൻ മെത്തേഡ് ചിലപ്പം ബുക്സ് വായിച്ചിട്ട് ഞാൻ സൈക്കോളജി ഓഫ് മണി വായിച്ചിട്ട് സമയത്ത് അതിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് അതായത് നമ്മുടെ പാരൻസിൽ നിന്നൊക്കെ കിട്ടി വരേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയത്? സോ അത് ഈവൻ ഇനി നിങ്ങളൊരു പാരൻ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ആ രീതിയിലായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ? ബിലാൽ. ബാസിൽ ഒന്ന് പുള്ളിക്കാരൻ അടുപ്പിക്കാം. ബാസിൽ. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ ഇവിടെ കോഴിക്കോടുള്ള ആളുകൾ തന്നെയാണോ അതോ? അല്ല, ഞാൻ മലപ്പുറം കൊണ്ടോട്ടി. ഞാൻ കരുനാഗപ്പള്ളി കൊല്ലം. ഓക്കെ. എങ്ങനെയുണ്ട് കേരളം? സൂപ്പർ. എല്ലാ വർഷം വരുന്നതാണ്. നിങ്ങളോ? ഞാൻ സ്ഥിരം വരുന്നത്. ആണോ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ? മെച്ചപ്പെട്ട് ക്രൗഡ് നല്ല രീതിയിലുണ്ട് തോന്നുന്നു. ക്രൗഡ് ഇപ്രാവശ്യം കുറച്ച് ഓവറാണ്. ഓക്കെ ഫൈൻ. സോ നമ്മൾ മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. സോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾ പൊതുവെ വളരെ വീക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഈവൻ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ഫൈനാൻഷ്യൽ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എൻ്റെ ജീവിതം പോയാലും തോന്നിയിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ഫൈനാൻഷ്യൽ രീതി ഒന്ന് നോക്കൽ തുടങ്ങിയിട്ട്. അതുവരെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു 50-30-20 എന്നുള്ള റൂളിൽ ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ ആ ഒരു റൂളിലായിട്ട് വരുന്നത്. ഓക്കെ. എവിടുന്നാണ് ഈ ഒരു 20-30 റൂൾ എന്ന് പറയുന്നത്? അത് ഉണ്ടാക്കുന്ന പൈസകൾ എങ്ങോട്ട് പോകുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാത്ത സമയത്ത് അതെങ്ങനെ ചിലവഴിക്കാന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു 50-30-20 റൂളൊക്കെ കാണുന്നത്, അറിയുന്നത്. ഫ്രം ഇന്റർനെറ്റ് ആണോ അല്ലെങ്കിൽ? ഫ്രം ഇന്റർനെറ്റ്. സോ ഇത് നിങ്ങൾക്ക് കുറച്ച് മുന്നേ നിങ്ങളുടെ സ്കൂൾ ലൈഫിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടായി? ഞാൻ ഒരു 5 വർഷത്തെ എടുത്ത പൈസ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇല്ല. ഓക്കെ ഫൈൻ. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? സെയിം, അതാണ് കറക്റ്റാണ്. ഇത് കുറച്ചും കൂടി സ്കൂൾസിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഇതിനെപ്പറ്റി കുറച്ചധികം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫിനാൻസ് എല്ലാത്തിൻ്റെ ബേസ് ഫിനാൻസ് ആണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ തിങ്ക്
വി ആർ ഇൻ എ ബിഗ് ട്രബിൾ. സോ ഇപ്പം നമുക്ക് ചെറിയൊരു ചേഞ്ചസ് ഇവിടെ വന്നു തുടങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഫൈനാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആളുകൾ അറിയുന്നുണ്ട്, നോർമൽ ടേംസ് ഒക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. യെസ് അത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ ആയാലും ഒരുപാട് പുതിയ ഈ ഫിനാൻഷ്യലി കുറച്ച് നോളജ് കൊടുക്കുന്ന സ്ഥാപനങ്ങളായാലും അതിനെപ്പറ്റി എൻകറേജ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സോ ഇഫ് നിങ്ങൾ ഒരു ചേഞ്ച് കാണണം, ഒരു ഈവൻ പൈസയുടെ കാര്യത്തിൽ സാധാരണപ്പെട്ട ആളുകൾക്ക് പൈസയോടുള്ള ആറ്റിറ്റ്യൂഡിലാണെങ്കിലും അല്ലെങ്കിൽ ഫൈനാൻഷ്യലിനെ കുറിച്ചുള്ള ലിറ്ററസി അല്ലെങ്കിൽ പഠനം അതിനെക്കുറിച്ചാണെങ്കിലും നിങ്ങളെ ഒരു മാറ്റം വരുത്തണമെന്നുണ്ട് തോന്നുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും നിങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ഐ തിങ്ക് എങ്ങനെ മണി അത് മാനേജ് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റഡി ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻകം കിട്ടി, ആ ഇൻകം നമുക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ അറിയാം, ബട്ട് ഹൗ ടു സേവ്, ഹൗ ടു ഇൻവെസ്റ്റ്, അത് പ്രോപ്പറായിട്ട് എല്ലാത്തിലും എത്തിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ ലോങ് ടേമിലോട്ട് നോക്കുവാണെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് സെറ്റ് ആകും. വി വിൽ ബി കേപ്പബിൾ ഓഫ് അവർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ എൻ്റെ ഇതിൽ ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കിത് പഠിപ്പിച്ചു തരുന്നില്ല എന്നുള്ള ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ടാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കൊരു ബേസിക് വേജ് എന്താണെന്നുള്ളത് ജോലി എടുക്കുന്ന പല വർക്കേഴ്സിനും അറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാരണം പുറത്തൊക്കെ ഉള്ള സമയത്ത് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇന്ന അവറിന് ഇത്ര വേജ് ഉണ്ടാവും, അത് ഏത് വർക്കിനാണെന്നുണ്ടെങ്കിൽ ഇന്ന അവറിന് ഇത്ര വേജ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസ് ജോലിക്ക് ഇപ്പോൾ കയറുന്ന ബേസിക് ആയിട്ടുള്ള ഒരാൾ കയറുകയാണെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് സാലറി പറഞ്ഞാൽ 12 to 15 ആയിരിക്കും സാലറി പറയുന്നത്. പക്ഷേ അയാൾക്കുള്ള ബേസിക്കായിട്ട് ഒരു മണിക്കൂർ അയാൾ വർക്ക് ചെയ്താൽ മിനിമം ഒരു 100 രൂപ വെച്ച് കൂട്ടിയാൽ പോലും അയാൾക്കൊരു മാസം മിനിമം 24,000 അയാൾക്ക് സാലറി കൊടുക്കണം. ആ സാലറി ബേസിക് ആയിട്ടുള്ള സാലറി തന്നെ കിട്ടുന്നില്ല. ആ കിട്ടാത്ത സമയത്ത് ഇയാൾക്ക് ഈ 50-30-20 റൂള് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇയാൾ ബേസിക് നീഡ് കഴിഞ്ഞു പോകുന്നില്ല. ഈ 15,000 ഇയാൾ ബേസിക് നീഡ് കഴിഞ്ഞു പോകുന്നില്ല. ആ ബേസിക് നീഡ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഫോൺ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇയാൾ അതിനു വേണ്ടി ലോൺ എടുക്കേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇയാൾക്കുള്ള ബേസിക് വേജ് എന്താണെന്നുള്ളതും അതിനുള്ള ഒരു സിസ്റ്റമാറ്റിക്, അതായത് ഒരു മണിക്കൂറിന് ഇത്ര രൂപ, ഇന്ത്യ മൊത്തത്തിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ആളുകൾ പഠിക്കും എന്ത് എനിക്ക് ഇത്ര വേജ് വരുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ ചിലവാക്കണം എന്നുള്ളത് അപ്പോൾ തന്നെ ആൾക്ക് നോളജ് വരും. അതല്ലാത്ത സമയത്ത് ആളുകൾക്ക് നോളജ് വരും എന്നുള്ളതോ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, പൈസ കിട്ടിയാലല്ലേ ഇത് എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് അറിയുള്ളൂ. ആ ഒരു സിസ്റ്റം വരണം എന്നുള്ളത്. അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കുട്ടികൾ ചെറുതായ സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ ഒരു സാധനം വേണമെന്ന് പറയുന്ന സമയത്ത് ഇതെങ്ങനെ ഏൺ ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ എന്നല്ല ആർക്കാണുണ്ടെങ്കിൽ എങ്ങനെ ഏൺ ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളത്. ഞാനൊക്കെ ഗിഫ്റ്റ് തരാം എന്ന് പറയുന്നതിനാലും ഇതിങ്ങനെ ഈ പണിയെടുത്താൽ നിനക്ക് ഗിഫ്റ്റ് സാധനം കിട്ടും, അതിനു വേണ്ടി നീ വർക്ക് ചെയ്യ്, ജസ്റ്റ് ഡു ആൻഡ് യു ക്യാൻ ഏൺ ഇറ്റ്. യെസ്, ഐ തിങ്ക് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള മെച്ചുവർഡ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. സോ ഇവരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്രത്തോളം ക്രൗഡാണ് ഇവിടെ ഉള്ളത്, അത്രത്തോളം റഷാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ക്രൗഡിനിടയിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത 4-5 ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ ചോദിച്ച സമയത്ത് വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും മെച്ചുവർഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അവർ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ഫൈനാൻസിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് ഫൈനാൻസ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മനോഭാവമുള്ള അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. പല ചിന്തകളും പല ആളുകളും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതിൻ്റെ അവസാനമായിട്ട് സംസാരിച്ച ആ ഒരു വ്യക്തി, അദ്ദേഹം ഇവിടെ എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് എന്താണ് ഒരു മിനിമം വേജസ്, അതായത് മിനിമം ലൈക്ക് സാലറി എങ്കിലും ഇവിടെ നോർമലായിട്ടുള്ള ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും എന്താണ് ഈ രീതിയിൽ ഫൈനാൻഷ്യലി അവർക്ക് ലൈക്ക് അവരുടെ റൂൾസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വളരെ നല്ല രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ആളുകൾ തന്നെയാണ്. സോ ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. കാരണം നമുക്ക് ലൈക്ക് ലൈറ്റിൻ്റെ കുറേ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ക്രൗഡിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് അജിങ്ക്യ രാഘവ്. സീ യു ഓൾ ഓൺ നെക്സ്റ്റ് വീഡിയോ.